ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് തിരുസഭ ഏലിയ പ്രവാചകന്റെ തിരുനാള് ആഘോഷിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഏലിയ പ്രവാചകൻ ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ. ഏലിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം ബാൽദേവനാണ് യഥാർത്ഥ ദൈവം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തെ കാർമൽ മലയിൽ വിളിച്ചു കൂട്ടി ഏലിയ പ്രവാചകൻ ബലിപീഠമൊരുക്കി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി അയച്ച് ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതായിട്ട്. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട്, സർവശക്തനായ ദൈവം ഏലിയ പ്രവാചകനോട് നീ എന്തെടുക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങയെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ പലരും ആഭിചാരത്തെക്കുറിച്ചും കൈവശത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ശക്തിയെക്കുറിച്ചോ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തിയെക്കുറിച്ചോ നമ്മുടെ ഉള്ളിൽ മാമോദീസയിലൂടെ കടന്നു വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചോ ഇന്ന് പലരും പ്രഘോഷിക്കുന്നില്ല. ഇന്ന് പലരും പറയുന്നത് ആഭിചാരം ചെയ്താണ്, കൈവശം ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ മക്കള് തകർന്നു പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഏലിയ പ്രവാചകൻ കാർമൽ മലയിൽ ബലിപീഠമൊരുക്കി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകി. എന്നാൽ ഇന്ന് പലരും നിങ്ങളുടെ കുടുംബം തകരുന്നതല്ല, മക്കളുടെ ജീവിതം ഭാവി തകരുന്നത് ആഭിചാരം കൊണ്ടാണ്, കൈവശം കൊണ്ടാണ് എന്ന് പറഞ്ഞ് പലരെയും നിരാശയിലേക്ക് തള്ളിവിടുന്നതല്ലാതെ അതിൽ നിന്ന് അവർക്കൊരു മോചനം അല്ലെ ഒരു വിടുതല് പലരും മേടിച്ചു കൊടുക്കാറില്ല. ഇങ്ങനെ പറഞ്ഞ് ഇവരെ നിരാശയിലേക്ക് ഇങ്ങനെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം ഇതുപോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിച്ചു. അവരും പറഞ്ഞത്, ഞങ്ങളുടെ ബന്ധുക്കള് ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണത്തിലൂടെ കൈവശം തന്ന് ഞങ്ങളുടെ കുടുംബം തകർന്ന് നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പലരുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോഴും അവരെല്ലാം പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ കൈവശം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുകയുണ്ടായി എന്നിങ്ങനെ പറഞ്ഞു. ഇവര് അത് കേട്ട് ജീവിതം നിരാശയിലൂടെ തള്ളി നീക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവര് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട്, ഈശോയെ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ കൈവശം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ തകർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ മേഖലയിലും തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കാതെ ഇരുന്നതുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ കടന്നു വന്നുകൊണ്ടിരുന്നത്. ചില മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇവരോട് പറഞ്ഞപ്പോൾ അവര് ഒപ്പീസ് ചെല്ലുകയും കുർബാനയിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവരുടെ കുടുംബത്തിനുണ്ടായിരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം മാറിപ്പോവുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ആഭിചാരത്തെക്കുറിച്ചും കൈവശത്തെക്കുറിച്ചും തീഷ്ണതയാൽ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നവരെ, ഇങ്ങനെയുള്ളവരെ സാധാരണക്കാരായ ഇവരെയൊക്കെ നാശത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഇതിനൊക്കെ കർത്താവിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുവാനും പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെ വ്യക്തി ജീവിതങ്ങളോ ഒരിക്കലും ഒരു തിന്മയുടെ ശക്തികൾക്കോ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ചില വ്യക്തികൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളത് ഉള്ളിലേക്ക് കടന്നു വരികയും നമ്മൾ നിരാശയിലേക്ക് കടന്നു പോവുകയും ചെയ്യുമ്പോൾ തിന്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ തന്നെ അവസരം തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആഭിചാരത്തിലോ കൈവശത്തിലോ വിശ്വസിക്കാതെ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുവാനും നമ്മൾ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരത്തിലെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുന്നവരായിട്ട് മാറുവാനും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ശുദ്ധീകരണത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ജപമാല ചൊല്ലിയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറിപ്പോകും. കൈവശവും ആഭിചാരവും കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുന്നത് എന്ന് പറയുമ്പോൾ അവരോട് പറയണം, ഞങ്ങളുടെ ഉള്ളിൽ അത് കടന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു ധ്യാനത്തിന് പോയപ്പോൾ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തി എന്നോട് പറഞ്ഞു. ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നിരുന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞങ്ങളുടെ ഉള്ളിൽ കൈവശം കിടപ്പുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ആ കൈവശം അവിടെ കിടന്നോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നിങ്ങനെ പറഞ്ഞു. കാരണം എൻ്റെ ഉള്ളിലെ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയാണ് കടന്നു വരുന്നത്. ഈ പറഞ്ഞ വ്യക്തിയോട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒത്തിരി സന്ദേശങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു
ആ വ്യക്തിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോൾ അവസാനം ഈ വ്യക്തി എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് സാധാരണക്കാരനായ ഒരു വ്യക്തി ഇതുപോലെയുള്ള വ്യക്തികളുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരോട് നിങ്ങളുടെ ഉള്ളിൽ കൈവശമുണ്ട് എന്ന് പറയുമ്പോൾ അവരും നിരാശയിലൂടെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ മാത്രം വിശ്വസിക്കുന്നവരായിട്ട് മാറുവാൻ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരം അനുസരിച്ച് മുൻപോട്ട് ആത്മീയ ജീവിതം നയിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമളവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും നമ്മൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.